ഇതിപ്പോൾ അപ്രതീക്ഷിതമായിരുന്നില്ല ഈ പറയുന്ന തർക്കങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ച തർക്കങ്ങൾ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം പ്രധാനമായും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് തർക്കം സംഭവിക്കാൻ സാധ്യതയുള്ള 3 സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ കരുതിയിരുന്നത്. 4 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഏറെക്കുറെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് ഉത്തർപ്രദേശാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ തർക്കം കോൺഗ്രസും അഖിലേഷ് യാദവുമായിട്ടുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. അത് സംഭവിച്ചു. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും കോൺഗ്രസുമായി തർക്കമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതവിടെ സംഭവിച്ചു. പഞ്ചാബിൽ ഭഗവത് മാനുമായി തർക്കമുണ്ടാകും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി തർക്കമുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പം പ്രതീക്ഷിച്ച ഒരു സെനാരിയോ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പക്ഷേ അത് എൻഡ് ഓഫ് ദ റോഡാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ഇന്ന് തന്നെ മമതാ ബാനർജി ഇപ്പം നികേഷ് കുമാർ ഇവിടെ ഉദ്ധരിച്ചതുപോലെ മമതാ ബാനർജി പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസൽ വെച്ചപ്പോൾ ആ പ്രപ്പോസൽ ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയാണ് ചെയ്തത്. റൈറ്റ് അവേ തള്ളിക്കളയുകയായിരുന്നു. അതെന്താ പ്രപ്പോസൽ? 2 സീറ്റ് തരാം എന്നുള്ളതാണ് ആ പ്രപ്പോസൽ. അതായത് ഓൾറെഡി 2 സീറ്റിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുണ്ട്. ആ 2 സീറ്റിൽ നിങ്ങൾ മത്സരിച്ചോളൂ, ബാക്കി 40 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും എന്നുള്ളതാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത്. ഒരു സംഭാഷണം ആരംഭിക്കുക, പ്രത്യേകിച്ച് ഒരു അപ്പർ ഹാൻഡുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ സംസ്ഥാനത്ത് അവർക്ക് ആ സംസ്ഥാനം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവിടുന്ന് ചർച്ച ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു 300 സീറ്റ് മത്സരിക്കുന്നുണ്ടല്ലോ രാജ്യത്ത്, മത്സരിച്ചോളൂ, ബാക്കിയുള്ളവ സഖ്യകക്ഷികൾക്ക് വിട്ടുതരൂ. അപ്പോൾ ഇവിടെ ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനും മമതാജിയായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. ജയറാം രമേശ് പറഞ്ഞത് മമതയില്ലാത്തൊരു ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ വിട്ടുവീഴ്ച സ്വാഭാവികമായിട്ടും സംഭവിക്കും, ചർച്ചകൾ സംഭവിക്കും. എവിടെയാണ് ഇപ്പോൾ 4 or 5 സീറ്റുകളിലേക്കൊക്കെ എത്തിച്ചേരും, 4 or 5 സീറ്റുകളിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമുക്ക് NDAയുടെ ഭാഗമായിട്ട് മമതാ ബാനർജി വരുമെന്ന് വിചാരിക്കാനേ കഴിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ BJPയെയാണ്. അവിടെ ഇപ്പം ആകെപ്പാടെ ഒറ്റ ഒപ്പോസിഷൻ പാർട്ടിയേ ഉള്ളൂ. 77 സീറ്റുമായിട്ട് 294 അംഗ നിയമസഭയിൽ BJPയാണ് പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനൊരു പാർട്ടിയുമായിട്ട് മത്സരം സംസ്ഥാനത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മമതാ ബാനർജിക്ക് മാറാൻ കഴിയുമെന്ന്. അതൊരു സവിശേഷമായ ബംഗാൾ സാഹചര്യമാണ്. മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇവിടെ വന്ന് BJP ആയിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, 2014 തൃണമൂൽ കോൺഗ്രസ് വലിയ വിജയമാണ് ബംഗാളിൽ നേടിയത്. 32 സീറ്റാണ്, 42 സീറ്റിൽ 32 സീറ്റാണ് ബംഗാളിൽ നേടിയത്. 2019 വരുമ്പോൾ 10 സീറ്റ് കുറഞ്ഞ് 22 സീറ്റിലേക്ക് വന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 32-ൽ നിന്ന് 22-ലേക്ക് വീഴുന്നു എന്നതിനേക്കാൾ വലിയ കാര്യം 2014 2 സീറ്റിൽ നിന്ന് 2019 എത്തുമ്പോൾ BJP NDA 18 സീറ്റുകളിലേക്ക് വിജയിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2014 കേവലം 17% BJPയുടെ വോട്ട് ഒറ്റയടിക്ക് 39% വർദ്ധിക്കുകയാണ്. അത്രയും വലിയൊരു ഗ്രോത്ത് BJP മറ്റൊരു സംസ്ഥാനത്തും കാണിച്ചിട്ടില്ല. ആ വലിയ ഗ്രോത്താണ് 2019 BJP കാണിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ശ്രീ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2021 വീണ്ടും ആ വിജയം ആവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 77ഓളം സീറ്റുകൾ നേടിയിട്ട് അവർ വരുന്നുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ആ ശക്തി അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ മമതാ ബാനർജി നേരിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പല അഴിമതി ആരോപണങ്ങളും ആ സർക്കാർ നേരിടുന്നു. അപ്പം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന, സർക്കാർ വിരുദ്ധ തരംഗം നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് അവിടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലം നോക്കൂ, അവിടെ CPM അതിൻ്റെ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയായി ബംഗാളിൽ വരേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. എന്നു മാത്രമല്ല, ഈ പറയുന്ന നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ഷെയർ കൂടി വേണം. പിന്നെ TMCക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടി വരികയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന അതിനോടൊപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ ഇപ്പം ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബംഗാളിൽ. ആ ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ് സംഭവിക്കുക? 3 ഭിന്നിച്ചു പോകും. 27%. അതാണ്, അത് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകും, അത് കോൺഗ്രസിലേക്ക് പോകും, CPMലേക്ക് പോകും. നമ്മൾ ഈ 2014 2019 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ CPM നിന്നുള്ള വോട്ടുകൾ ഒറ്റയടിക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയിട്ടില്ല. അതിൽ നല്ലൊരു ശതമാനം BJPയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു സഖ്യകക്ഷിയായിട്ട് ബംഗാളിൽ ആവശ്യമായിട്ട് വരും തൃണമൂൽ കോൺഗ്രസിന്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുന്നോട്ടുള്ള ഘട്ടത്തിൽ ആ ചർച്ച വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് മമതാ ബാനർജി ഒരു ഒബ്സ്റ്റക്കിൾ ആകാൻ സാധ്യതയില്ല. രണ്ടാമത്തത് പഞ്ചാബിലെ പ്രശ്നമാണ്. പഞ്ചാബിൽ അവരിപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഡൽഹിയാണ് പ്രധാനം. ഡൽഹിയിൽ
കോൺഗ്രസ് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പഞ്ചാബിൽ കോൺഗ്രസിനോടുള്ള ആം ആദ്മി പാർട്ടിയുടെ സമീപനം. അത് ഒരു പ്രഷർ പ്രാക്ടീസ് ആയിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ടല്ല ഈ ഭഗവത് മാൻ പറയുന്നത് 13 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് ഭഗവത് മാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ 13 സീറ്റുകളും ആം ആദ്മി പാർട്ടി നേടും എന്ന് പറഞ്ഞു. ആം ആദ്മി പാർട്ടി 13 സീറ്റുകളും പിന്നെ പഞ്ചാബിൽ നേടും എന്ന് പറഞ്ഞാൽ ആകെ 13 സീറ്റേ അവിടെ ഉള്ളൂ. അത് നേടും എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? 13 സീറ്റിൽ ഒരു മത്സരിക്കുന്നതാണ്. അതേ സാധനം തന്നെയാണ് ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ അതും ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ഇല്ല, കേജ്രിവാൾ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ കേജ്രിവാൾ നിർബന്ധം പിടിക്കാൻ പോകുന്നത് ഡൽഹിയാണ്. അപ്പം ഡൽഹിയിൽ എങ്ങനെയാണ് ഫൈറ്റ് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പം കേജ്രിവാൾ എന്തിനാണ് ഈ പറയുന്ന രാമക്ഷേത്രവും പൂജയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡൽഹി വോട്ടേഴ്സിനെ പിടിക്കാൻ വളരെ സവിശേഷമാണല്ലോ ഡൽഹിയുടെ ഒരു രീതി. ഡൽഹിയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ആം ആദ്മി പാർട്ടിയെ തിരഞ്ഞെടുക്കുകയും അതേസമയം ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നടങ്കം ഒറ്റ സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് മുഴുവൻ സീറ്റും 7 സീറ്റാണ് ആകെയുള്ളത്. ആ 7 സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ പഞ്ചാബിലാകട്ടെ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ 12 സീറ്റും ബി ജെ പിക്കാണ്. ഒരു സീറ്റ് മാത്രമാണ് ഈ ഭഗവത് മാനായിരുന്നു ആകെ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു MP. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതോടുകൂടി 4 സീറ്റുണ്ടോ? ഇപ്പം പിന്നെ ലോക്സഭയിൽ എത്ര സീറ്റുണ്ട് ആം ആദ്മി പാർട്ടിക്ക്? ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റ് പഞ്ചാബിൽ നിന്നല്ലേ കിട്ടിയത്, ഡൽഹിയിൽ സീറ്റില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട്. നോക്കാം. എന്തായാലും ഈ പറയുന്ന ഡൽഹിയുമായി ബന്ധപ്പെട്ടൊരു പ്രഷർ ടാക്ടീസ് ആയിരിക്കും പഞ്ചാബിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എൻ്റെ പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു പ്രാഥമികമായ ചർച്ച മാത്രമാണ്. ആ ചർച്ച അടുത്ത ദിവസങ്ങളിൽ കാര്യമായി തന്നെ പുരോഗമിക്കും. ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് എത്തേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ പാർട്ടിക്കും ഈ പറയുന്ന മമതാ ബാനർജി ബംഗാളിൽ നേരിടുന്ന സാഹചര്യം എന്ന് പറയുന്ന അത്ര അനായാസമായൊരു സാഹചര്യമല്ല. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നേരിടുന്ന സാഹചര്യം അനായാസമായ സാഹചര്യമല്ല. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നേരിടുന്ന സാഹചര്യം അനായാസമായ സാഹചര്യമല്ല. അതുകൊണ്ട് ഈ പാർട്ടികൾക്കെല്ലാം പരമാവധി വോട്ട് ഷെയർസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നീക്കുപോക്കുകൾ ഉണ്ടാക്കേണ്ടി വരും. അവിടെ കോൺഗ്രസ് ഒരു കടുംപിടുത്തത്തിന് നിൽക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എന്നാലും ഒരു മാന്യമായ ഷെയർ അവർ ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം 4 or 6 സീറ്റുകളൊക്കെ കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് ബാധ്യസ്ഥമാകും ബംഗാളിൽ. അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് കൊടുക്കാൻ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നിർബന്ധിതമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Meet the editors.